ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ എന്ന വിഷയമാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. എന്താണ് ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ? ഡേറ്റ ഇൻ്റർപ്രിറ്റേഷനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡുകൾ, വിവിധ തരത്തിലുള്ള ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ മെത്തേഡുകൾ തുടങ്ങിയ വിശദാംശങ്ങളാണ് ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ എന്ന ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. Data interpretation. Data interpretation is the process of reviewing data through some predefined processes which will help assign some meaning to the data and arrive at a relevant conclusion. Data interpretation എന്നത് നമുക്ക് കിട്ടുന്ന ഡേറ്റയെ ഒരു മീനിങ് ഫുള്ളായ അല്ലെങ്കിൽ റിലവൻ്റ് ആയിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള അല്ലെങ്കിൽ റിലവൻ്റ് എന്നതിൻ്റെ അർത്ഥം പ്രാധാന്യമർഹിക്കുന്ന ഒരു ഇൻഫർമേഷനായിട്ട് രൂപപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന പ്രോസസ്സിനെയാണ് ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത്. ഡേറ്റ അനാലിസിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടേക്കൻ ടുവേർഡ്സ് ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ. ഡേറ്റ ഇൻ്റർപ്രിറ്റേഷന് വേണ്ടി ആദ്യം നടത്തുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഡേറ്റ അനാലിസിസ് ആണ്. ഡേറ്റയെ വിവിധ തരത്തിൽ ക്രമീകരിച്ച് അതിനെ വിശദമായി പഠിക്കുക എന്നുള്ളതാണ് ഡേറ്റ അനാലിസിസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡേറ്റ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഡൺ പ്രോപ്പർലി. അതുകൊണ്ട് തന്നെ ഒരു റിസർച്ച് പ്രോസസ്സിൽ സാമ്പിളിംഗ് കളക്ഷനിലൂടെ അല്ലെങ്കിൽ സാമ്പിളിംഗ് മെത്തേഡുകളിലൂടെ എടുക്കപ്പെടുന്ന ഡേറ്റ കൃത്യമായി അനലൈസ് ചെയ്യുന്നത് ഒരു റിസർച്ച് പ്രോസസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ് ആണ് എന്ന് തന്നെ പറയാൻ കഴിയും. ഇനി നമുക്ക് ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ മെത്തേഡുകളെ കുറിച്ച് പരിചയപ്പെടാം. ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ മെത്തേഡ്സ് ആർ ഹൗ അനലിസ്റ്റ് ഹെൽപ്പ് പീപ്പിൾ മേക്ക് സെൻസ് ഓഫ് ന്യൂമറിക്കൽ ഡേറ്റ ദാറ്റ് ഹാസ് ബീൻ കളക്റ്റഡ്, അനലൈസ്ഡ് ആൻഡ് പ്രസൻറ്റഡ്. ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ മെത്തേഡിൽ ഒരു അനലിസ്റ്റ് സാധാരണക്കാരന് അല്ലെങ്കിൽ നമ്മൾ ആരിലേക്കാണോ നമ്മളുടെ റിസർച്ചിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ റിസർച്ചിൻ്റെ പഠനങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ആരെയാണോ അറിയിക്കാൻ ശ്രമിക്കുന്നത് അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഓഡിയൻസിന് മനസ്സിലാകത്തക്ക രീതിയിൽ ഡേറ്റയെ വേർതിരിച്ച്, പ്രത്യേകിച്ചും ന്യൂമറിക്കലായിട്ടുള്ള ഡേറ്റയെ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് അതിനെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഡേറ്റ വെൻ കളക്റ്റഡ് ഇൻ റോ ഫോം മേ ബി ഡിഫിക്കൽട്ട് ഫോർ layman to understand, which is why analysts need to break down the information gathered so that others can make sense of it. നമ്മളൊരു പഠനത്തിലൂടെ എടുക്കപ്പെടുന്ന ഡേറ്റ സാധാരണക്കാരന് അല്ലെങ്കിൽ പെട്ടെന്ന് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കാഴ്ചക്കാരന് അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് റിസൾട്ടാക്കി അല്ലെങ്കിൽ അതിലുള്ള വിശദാംശങ്ങൾ മനസ്സിലാക്കുന്ന രീതിയെയാണ് ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ മെത്തേഡുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വിവിധ തരത്തിലുള്ള ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ മെത്തേഡുകൾ ഓരോന്നായി പരിശോധിക്കാം. ആദ്യത്തേത് ക്വാളിറ്റേറ്റീവ് ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ മെത്തേഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അനലൈസ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ, ഓൾസോ നോൺ ആസ് കാറ്റഗറിക്കൽ ഡേറ്റ. ക്വാളിറ്റേറ്റീവ് ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ മെത്തേഡിൽ ക്വാളിറ്റേറ്റീവ് ഡേറ്റയാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ കാറ്റഗറിക്കൽ ഡേറ്റ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. വിവിധ വിഭാഗങ്ങളായി തിരിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള ഡേറ്റയാണ് കാറ്റഗറിക്കൽ ഡേറ്റ എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് യൂസസ് ടെക്സ്റ്റ് റാദർ ദാൻ നമ്പേഴ്സ് ഓർ പാറ്റേൺസ് ടു ഡിസ്ക്രൈബ് ഡേറ്റ. ഇനി ക്വാളിറ്റേറ്റീവ് ഡേറ്റയിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് ടെക്സ്റ്റുകളുടെ രൂപത്തിലായിരിക്കും. അതായത് വിവരണങ്ങളുടെ രൂപത്തിലായിരിക്കും ക്വാളിറ്റേറ്റീവ് ഡേറ്റ നമ്മൾ ശേഖരിക്കുന്നത്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ഡേറ്റയിൽ ശേഖരിക്കുന്ന ഒരു വസ്തുവിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തെക്കുറിച്ചുള്ള വിശദീകരണത്തെ ആദ്യം ന്യൂമറിക്കൽ ഡേറ്റയായിട്ട് മാറ്റിയതിനു ശേഷമാണ്
അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നത്. Qualitative data is usually gathered using a wide variety of person-to-person techniques, which may be difficult to analyze compared to quantitative research method. ഇവിടെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ അല്പം ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ പ്രയാസമേറിയ ഒരു പ്രോസസ്സാണ്. കാരണം ടെക്സ്റ്റുകളുടെ രൂപത്തിൽ അല്ലെങ്കിൽ വിശദാംശങ്ങളുടെ രൂപത്തിൽ, വിവരണങ്ങളുടെ രൂപത്തിലായിരിക്കും എപ്പോഴും ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. Unlike the quantitative data, which can be analyzed directly after it has been collected and sorted, qualitative data needs to first be coded into numbers before it can be analyzed. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുമായി താരതമ്യം ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എപ്പോഴും ന്യൂമറിക്കൽ നമ്പറുകളുടെ രൂപത്തിലാണ് ശേഖരിക്കപ്പെടുന്നത് എങ്കിൽ ഇവിടെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ വിവരണങ്ങളുടെ, വിശദാംശങ്ങളുടെ അല്ലെങ്കിൽ ചിത്രങ്ങളുടെ തുടങ്ങിയ അല്ലെങ്കിൽ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ, ഓഡിയോ തുടങ്ങിയ രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റകളെ ആദ്യം കോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഓരോ വിവരണത്തിനും ഓരോ പ്രത്യേക കോഡുകൾ രേഖപ്പെടുത്തി അല്ലെങ്കിൽ കോഡുകൾ ഉണ്ടാക്കി വേണം ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻ പ്രോസസ് നടത്തേണ്ടത്. ദിസ് ഈസ് ബിക്കോസ് ടെക്സ്റ്റ് ആർ യൂസ്വലി ലാർജ് ആൻഡ് വിൽ ടേക്ക് മോർ ടൈം ആൻഡ് റിസൾട്ട് ഇൻ എ ലോട്ട് ഓഫ് എറേഴ്സ് ഇഫ് അനലൈസ്ഡ് ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ്. എന്തുകൊണ്ട് ക്വാളിറ്റേറ്റീവ് ഡാറ്റ ബുദ്ധിമുട്ടായി അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻ ബുദ്ധിമുട്ടാകുന്നു എന്നതിന് കാരണം വലിയ വിശദാംശങ്ങളുടെ രൂപത്തിലായിരിക്കും അല്ലെങ്കിൽ വിവരണങ്ങളുടെ രൂപത്തിലായിരിക്കും എപ്പോഴും ക്വാളിറ്റേറ്റീവ് ഡാറ്റ. അതുകൊണ്ട് തന്നെ ഇത്തരം ഡേറ്റകൾ അനലൈസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിന് കൂടുതൽ സമയം വേണ്ടി വരികയും റിസൾട്ടുകൾക്ക് എററുകൾ, തകരാറുകൾ അല്ലെങ്കിൽ തെറ്റുകൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. കോഡിംഗ് ഡൺ ബൈ അനലിസ്റ്റ് should also be documented so that it can be reused by others and also analyzed. ഇങ്ങനെ ക്വാളിറ്റേറ്റീവ് ഡേറ്റയിൽ വിശദാംശങ്ങളുടെ രൂപത്തിൽ, വിവരണങ്ങളുടെ രൂപത്തിൽ, ഓഡിയോ ക്ലിപ്പുകളുടെ രൂപത്തിൽ അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്പുകളുടെ രൂപത്തിൽ തുടങ്ങിയ രേഖപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ എഴുതപ്പെട്ട് വച്ചിരിക്കുന്ന രേഖകളെ അല്ലെങ്കിൽ വിശദാംശങ്ങളെ ഓരോന്നിനെയും കോഡുകളാക്കുന്നു. ഉദാഹരണമായിട്ട് ഒരു ബിഹേവിയറൽ സ്റ്റഡി, ഒരു ബേർഡിൻ്റെ ബിഹേവിയറൽ സ്റ്റഡി അല്ലെങ്കിൽ പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫിഷസിൻ്റെ ബിഹേവിയറൽ സ്റ്റഡി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഫിഷസിൻ്റെ തന്നെ എടുത്തു നോക്കാം. ഒരു ടോക്സിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ഫിഷസിന് എന്തൊക്കെ ചേഞ്ചസ് ആണ് മോർഫോളജിക്കലായിട്ട് ചേഞ്ചസ് അല്ലെങ്കിൽ ഒബ്സർവബിൾ ചേഞ്ചസ് നമുക്കുണ്ടാക്കുന്നതെന്ന് പരിശോധിച്ചാൽ ഇറാഡിക് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ വളരെ വേഗത്തിലുള്ള മൂവ്മെൻറ്റ്, അത് എത്ര നേരം, എത്ര സമയം വളരെ വേഗത്തിൽ ഒരു ടോക്സിക് സബ്സ്റ്റൻസിൻ്റെ പ്രസൻസിൽ ഫിഷസ് എത്ര വേഗത്തിലാണ് മൂവ് ചെയ്യുന്നത്, അതൊരു ഇൻഫർമേഷനാണ്. അപ്പോൾ ആ വേഗത്തിൽ മൂവ് ചെയ്യുന്നു എന്നത് നമ്മൾ രേഖപ്പെടുത്തുന്നത് മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ വളരെ വേഗത്തിൽ ടാങ്കിനകത്ത് മുന്നോട്ട് പുറകോട്ട് അല്ലെങ്കിൽ എൻഡ് ടു എൻഡ് മൂവ് ചെയ്യുകയും ചിലപ്പോൾ അടിയിലേക്ക് മുങ്ങിത്താഴുകയും അല്ലെങ്കിൽ ചിലപ്പോൾ ഓക്സിജനോ എൻഗൾഫി അല്ലെങ്കിൽ വിഴുങ്ങുക തുടങ്ങിയ ബിഹേവിയർ കാണിക്കുന്നു. ഇങ്ങനെ ബിഹേവിയർ നമ്മൾ ഇത്തരത്തിൽ വിവരണങ്ങളുടെ രൂപത്തിലാണ് രേഖപ്പെടുന്നത്. അപ്പോൾ വിവരണങ്ങളുടെ രൂപത്തിൽ രേഖപ്പെടുത്തുന്ന വിശദാംശങ്ങൾ, ആ ഡേറ്റകൾ കോഡ് ചെയ്യപ്പെടുന്നു. അതായത് മൂവ്മെൻറ്റ് എന്നുള്ളത് ഒരു കോഡാണ്. ഇനി വായു അകത്തേക്ക് വിഴുങ്ങുന്നു അല്ലെങ്കിൽ എൻഗൾഫ് ചെയ്യുന്നു, വെള്ളത്തിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ ടാങ്കിൻ്റെ മുകളിലേക്ക് വന്നിട്ട് ഫിഷസ് കിഴുക്കാൻ തൂക്കായിട്ട് അല്ലെങ്കിൽ മുകളിൽ വെർട്ടിക്കലായിട്ട് നിന്നുകൊണ്ട് എന്ത് ചെയ്യപ്പെടുന്നു, വായുവിനെ അല്ലെങ്കിൽ അന്തരീക്ഷ വായുവിനെ എൻഗൾഫ് ചെയ്യുന്നു, അതായത് ഓക്സിജൻ്റെ അളവ് കുറയുന്നത് പോലെ. അപ്പോൾ ഇങ്ങനെ വിഴുങ്ങുന്നു തുടങ്ങിയവ വിശദീകരണങ്ങളാണ്. ഈ വിശദീകരണങ്ങളെ വിഴുങ്ങുന്നു എന്നുള്ളത് കോഡ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അതിനെ ഒരു കോഡാക്കി മാറ്റുന്നു. മൂവ്മെൻറ്റിന്, ഇറാഡിക് മൂവ്മെൻറ്റ്, വളരെ വേഗത്തിലുള്ള മൂവ്മെൻറ്റുകൾ, അതൊരു മറ്റൊരു കോഡാണ്. ഇനി കളർ ചേഞ്ചസ്, നിറം മാറ്റം അല്ലെങ്കിൽ അതിൻ്റെ സർഫസിലുള്ള നിറം മാറ്റം,
അതുപോലെ തന്നെ ഗിൽസിൻ്റെ ചെകിളപ്പൂക്കളുടെ അല്ലെങ്കിൽ ഗിൽസിനെ കവർ ചെയ്യുന്ന ചെകിളപ്പൂക്കളുടെ മൂവ്മെൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ വേഗത്തിലുള്ള ചലനം. അപ്പോൾ ഇതൊക്കെ ഓരോന്നും ഓരോ കോഡ് അല്ലെങ്കിൽ ഓരോന്നും ഓരോ കോഡുകളാക്കി മാറ്റുകയും ഈ കോഡുകളിൽ വിശദാംശങ്ങൾ ഓരോ കോഡിനും ചേർന്ന വിശദാംശങ്ങൾ അതിനോട് ചേർത്ത് രേഖകൾ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയായിട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ കോഡുകളാക്കി മാറ്റുന്ന രീതികൾ പിന്നീട് ഉപയോഗിക്കാൻ തക്ക വിധത്തിൽ അത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിരിക്കണം അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയിരിക്കണം ഓരോന്നിനും എന്തുകൊണ്ടാണ്. അപ്പോൾ ഇത്തരം ക്വാളിറ്റേറ്റീവ് ഡേറ്റ അനാലിസിസിൽ ഉണ്ടാക്കപ്പെടുന്ന കോഡുകൾ പിന്നീട് തുടർന്ന് വരുന്ന റിസർച്ചർക്ക് ഉപയോഗിക്കാൻ കഴിയും, അതുവഴി എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുവാനും കഴിയും എന്നർത്ഥം. There are two main types of qualitative data, namely nominal and ordinal data. ക്വാളിറ്റേറ്റീവ് ഡേറ്റയെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നോമിനൽ ഡേറ്റ, നെയിം കൊടുത്തുകൊണ്ടുള്ള ഡേറ്റ, ദെൻ ഓർഡിനൽ ഡേറ്റ, ഓർഡറായി 1 by 1 ആയിട്ടുള്ള ഓർഡറിൻ്റെ രൂപത്തിലുള്ള ഡേറ്റ. ഇവിടെ നോമിനൽ ഡേറ്റ എന്താണെന്ന് നോക്കാം. നോമിനൽ ഡേറ്റ ഡിവൈഡ്സ് വേരിയബിൾസ് ഇൻറ്റു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ലേബിൾഡ് കാറ്റഗറീസ്. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന വിഭാഗങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ചുകൊണ്ട് വിവിധ ഗ്രൂപ്പുകളായി ഡേറ്റയെ തരംതിരിക്കുന്നതിനെയാണ് നോമിനൽ ഡേറ്റ എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കാം. ഐ കളർ, ബ്ലൂ, ബ്രൗൺ, ഗ്രീൻ. അത് ഓരോ വ്യക്തിയുടെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഐ കളർ പരിശോധിക്കുകയാണെങ്കിൽ ഒരു നോമിനൽ ഡേറ്റ നെയിം കൊടുത്തുകൊണ്ടുള്ള ഡേറ്റ ബ്ലൂ, ബ്രൗൺ, ഗ്രീൻ. ദെൻ സ്മാർട്ട് ഫോൺ, ഐഫോൺ, സാംസങ് മോട്ടോ. ദെൻ ട്രാൻസ്പോർട്ട്, ബസ്, ട്രെയിൻ, കാർ, എയ്റോപ്ലെയിൻ, ബൈസൈക്കിൾ തുടങ്ങിയവയൊക്കെ നമുക്ക് കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് നെയിം എടുത്തുകൊണ്ട് ഡേറ്റയെ തരംതിരിക്കാൻ കഴിയും. അതിനെയാണ് നോമിനൽ ഡേറ്റ എന്ന് പറയുന്നത്. These two data types are both interpreted using the same method, but ordinal data interpretation is quite easier than that of nominal data. ഇനി ഓർഡിനൽ ഡേറ്റയും നോമിനൽ ഡേറ്റയും ഒരേ രീതിയിലാണ് അനലൈസ് ചെയ്യപ്പെടുന്നത്. പക്ഷേ നോമിനൽ ഡേറ്റ ഓർഡിനൽ ഡേറ്റയുമായി താരതമ്യം ചെയ്യുമ്പോൾ അല്പം ബുദ്ധിമുട്ടാണ് അനലൈസ് ചെയ്യാൻ. ഇൻ മോസ്റ്റ് കേസസ് ഓർഡിനൽ ഡേറ്റ ഈസ് യൂഷ്വലി ലേബിൾഡ് വിത്ത് നമ്പേഴ്സ് during the process of data collection and coding may not be required. ഇവിടെ ഓർഡിനൽ ഡേറ്റ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഡേറ്റ കളക്ഷൻ സമയത്ത് നമ്പർ കൊടുത്ത് കൃത്യമായ എണ്ണം രേഖപ്പെടുത്തിയാണ് ഓർഡിനൽ ഡേറ്റ എടുക്കുക. ഇവിടെ നോക്കാം, ചില്ലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോട്ട് 3 എണ്ണം, അടുത്ത ഹോട്ടർ, ഹോട്ടസ്റ്റ്, ഇങ്ങനെ അതിൻ്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് അല്ലെങ്കിൽ ക്വാളിറ്റിയുടെ അല്ലെങ്കിൽ അതിൻ്റെ എരിവ് എന്നുള്ളത് അതിൻ്റെ ക്വാളിറ്റിയാണ് മുളകിൻ്റെ. അപ്പം ഹോട്ടർ, ഹോട്ടസ്റ്റ് എത്രയുണ്ട് എന്നുള്ളതാണ് അവിടെ ഓർഡിനൽ ഡേറ്റയായിട്ട് എടുത്തിരിക്കുക. അപ്പോൾ അവിടെ ന്യൂമറിക്കൽ ഡേറ്റ അല്ലെങ്കിൽ നമ്പർ കടന്നു വരുന്നു. ദിസ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം നോമിനൽ ഡേറ്റ ദാറ്റ് സ്റ്റിൽ നീഡ്സ് ടു ബി കോഡഡ് ഫോർ പ്രോപ്പർ ഇൻ്റർപ്രിട്ടേഷൻ. അതായത് ഇവിടെ നോമിനൽ ഡേറ്റയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഓർഡിനൽ ഡേറ്റ ന്യൂമറിക്കൽ ഡേറ്റ നമ്പർ വൈസ് ആയിട്ടാണ് എടുക്കുന്നത്. പക്ഷേ നോമിനൽ ഡേറ്റ എപ്പോഴും സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഐ കളർ തുടങ്ങിയവ കളറ് ഇനി കളറിന് എത്രയുണ്ട് എന്നുള്ള രീതിയിലേക്ക് കോഡ് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ എത്ര എന്ന രീതിയിലേക്ക് നമ്പർ ചെയ്യപ്പെട്ടെങ്കിൽ മാത്രമേ നോമിനൽ ഡേറ്റ അനലൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നോമിനൽ ഡേറ്റയും ഓർഡിനൽ ഡേറ്റയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇനി രണ്ടാമത്തത് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. അതാണ് ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആണ്. ഇനി നമ്മൾ ക്വാണ്ടിറ്റി നമ്പർ അല്ല ന്യൂമറിക്കൽ ഡേറ്റയുമായി ബന്ധപ്പെട്ട ഇൻ്റർപ്രിട്ടേഷനാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അനലൈസ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ, ഓൾസോ നോൺ ആസ് ന്യൂമറിക്കൽ ഡേറ്റ. ദിസ് ഡേറ്റ കണ്ടെയ്ൻസ് നമ്പേഴ്സ് ആൻഡ് ഈസ് ദെയർഫോർ അനലൈസ്ഡ് വിത്ത് ദ യൂസ് ഓഫ് നമ്പേഴ്സ് ആൻഡ് നോട്ട് ടെക്സ്റ്റ്. അക്കങ്ങളുടെ രൂപത്തിൽ, നമ്പറുകളുടെ രൂപത്തിലായിരിക്കും ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റേറ്റീവ് ഡേറ്റയുമായി താരതമ്യം ചെയ്യുമ്പോൾ അല്പം വേഗത്തിലും പല രീതിയിലും അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻഫർമേഷനാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ആർ ഓഫ് 2 main types, namely discrete and continuous data. ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയെ
രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ക്വാളിറ്റേറ്റീവ് ഡേറ്റയെ രണ്ടായിട്ട് തിരിച്ചിട്ടുള്ളത് നോമിനൽ, ആർഡിനൽ എന്ന് പറയുന്നത് പോലെ ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയും പ്രധാനമായിട്ടും രണ്ട് വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് ഡിസ്ക്രീറ്റ് ഡേറ്റ, രണ്ടാമത്തത് കണ്ടിന്യൂസ് ഡേറ്റ. ഇവിടെ ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രീറ്റ് ഡേറ്റ എന്ന് പറയുന്നത്, ഡിസ്ക്രീറ്റ് ഡേറ്റ ഈസ് എ കൗണ്ട് that involves only integers. The discrete values cannot be subdivided into parts. For example, the number of children in a class is discrete data. You can't count 1.5 kids. അതായത് ഡിസ്ക്രീറ്റ് ഡേറ്റ എന്ന് പറയുന്നത് ഒരു എണ്ണമാണ്. എണ്ണം സൂചിപ്പിക്കുന്നതാണ് ഡിസ്ക്രീറ്റ് ഡേറ്റ എന്ന് പറയുന്നത്. only integers, അതായത് വ്യക്തമായിട്ട് വേർതിരിച്ച് എടുത്തിട്ടുള്ളതും പിന്നീട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ഇൻഫർമേഷനാണ് ഇൻറ്റഗേഴ്സ് എന്ന് പറയുന്നത്. ദ ഡിസ്ക്രീറ്റ് വാല്യൂസ് കനോട്ട് ബി സബ് ഡിവൈഡഡ് ഇൻ ടു പാർട്സ്. ഇങ്ങനെ പൂർണ്ണമായ രീതിയിൽ അല്ലെങ്കിൽ പൂർണ്ണതയുള്ള ഡേറ്റയാണ് ഡിസ്ക്രീറ്റ് ഡേറ്റ. അതിനെ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചെറിയ വിഭാഗങ്ങളായി തരംതിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്, ഫോർ എക്സാമ്പിൾ ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം, ടോട്ടൽ എണ്ണം, മൊത്തത്തിലുള്ള എണ്ണം 30 ആണെന്നുണ്ടെങ്കിൽ ആ 30 എന്നതിനെ 15.5 എന്നോ 14.5 എന്നോ വീണ്ടും പലതരത്തിൽ തരംതിരിക്കാൻ പറ്റില്ല എന്നർത്ഥം. എക്സാമ്പിൾസ്: ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, ദ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ എ കമ്പനി, ദ നമ്പർ ഓഫ് ഹോം റൺസ് ഇൻ ബേസ്ബോൾ ഗെയിം, ദ നമ്പർ ഓഫ് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് യു ആൻസേർഡ് കറക്റ്റ്ലി തുടങ്ങിയവയൊക്കെ ഡിസ്ക്രീറ്റ് ഡേറ്റയ്ക്ക് കൃത്യമായിട്ട്, അതായത് പൂർണ്ണത ഉള്ള ഡേറ്റയ്ക്ക് ഉദാഹരണമാണ്. ഇനി രണ്ടാമത്തത് കണ്ടിന്യൂസ് ഡേറ്റയാണ്. ഇറ്റ് ഈസ് ഫർദർ ഡിവൈഡഡ് ടു ഇന്റർവൽ ഡേറ്റ ആൻഡ് റേഷ്യോ ഡേറ്റ വിത്ത് ഓൾ ദ ഡേറ്റ ടൈപ്സ് ഈസ് ബീയിങ് ന്യൂമറിക്. കണ്ടിന്യൂസ് ഡേറ്റയെ പിന്നീട് ഇന്റർവൽ ഡേറ്റയിൽ നിന്നും റേഷ്യോ ഡേറ്റയിൽ നിന്നും തരംതിരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ന്യൂമറിക്, നമ്പർ ബേസ്ഡ് ആയിട്ടുള്ളതായിരിക്കും. Due to its natural existence as a number, analysts do not need to employ the coding technique on quantitative data before it is analyzed. ഇവിടെ ഒരു ഡേറ്റ അനലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയെ കോഡ് ചെയ്യപ്പെടേണ്ടുന്ന ആവശ്യകത വരുന്നില്ല. കാരണം ഡേറ്റ ഓൾറെഡി നമ്പറുകളുടെ രൂപത്തിൽ തന്നെയാണ് ലഭ്യമാക്കുന്നത്. The process of analyzing quantitative data involves statistical modeling techniques such as standard deviation, mean and median. ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ അനാലിസിൽ അനലിസ്റ്റുകൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിംഗ് ഉപയോഗിച്ചാണ് ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുന്നതും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതും. അതിനായിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ, മീഡിയൻ തുടങ്ങിയ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ കണ്ടിന്യൂസ് ഡേറ്റ എന്താണ് എന്നുകൂടി പരിശോധിക്കാം. കണ്ടിന്യൂസ് ഡേറ്റ കുഡ് ബി മീനിങ്ഫുള്ളി ഡിവൈഡഡ് ഇൻറ്റു ഫൈനർ ലെവൽസ്. അതായത് കണ്ടിന്യൂസ് ഡേറ്റയെ നമുക്ക് വീണ്ടും പല വിഭാഗങ്ങളായിട്ട്, അതായത് എടുക്കുന്ന ഡേറ്റയെ സബ് ഡിവൈഡ് ചെയ്യാൻ കഴിയും. ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ഓൺ എ സ്കെയിൽ ഓർ എ കണ്ടിന്യൂം ആൻഡ് ക്യാൻ ഹാവ് എനി ന്യൂമറിക് വാല്യൂ. അതായത് ഇങ്ങനെ എടുക്കപ്പെടുന്ന കണ്ടിന്യൂസ് ഡേറ്റയെ സംബന്ധിച്ചിടത്തോളം എടുക്കപ്പെടുന്ന ഡേറ്റയെ പല അളവുകോൽ കൊണ്ട് നമുക്ക് അളക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ മെഷർ യുവർ ഹൈറ്റ് അറ്റ് വെരി പ്രിസൈസ് സ്കെയിൽസ്, മീറ്റേഴ്സ്, സെൻറ്റിമീറ്റേഴ്സ്, മില്ലിമീറ്റേഴ്സ് എക്സെട്ര. ഉദാഹരണമായിട്ട് നിങ്ങളുടെ ഉയരം നമുക്ക് പല യൂണിറ്റിൽ അളക്കാൻ കഴിയും. മീറ്റർ എന്ന യൂണിറ്റിൽ, സെൻറ്റിമീറ്ററിൻ്റെ യൂണിറ്റിലോ മില്ലിമീറ്ററിൻ്റെ യൂണിറ്റിലോ ഒക്കെ നമുക്ക് ഒരു ഇൻഫർമേഷനെ വേർതിരിച്ച് എടുക്കാൻ കഴിയും. മറ്റ് എക്സാമ്പിൾ നോക്കാം. ദ എമൗണ്ട് ഓഫ് ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് എ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റ് തീർക്കാൻ വേണ്ടുന്ന സമയം. ദിവസങ്ങളെ മണിക്കൂറുകളാക്കാം, മണിക്കൂറുകളെ മിനിറ്റുകളാക്കാം, മിനിറ്റുകളെ സെക്കൻഡുകളാക്കാം. അങ്ങനെ സെക്കൻഡിൻ്റെ രൂപത്തിലോ മിനിറ്റിൻ്റെ രൂപത്തിലോ മണിക്കൂറിൻ്റെ രൂപത്തിലോ ദിവസത്തിൻ്റെ രൂപത്തിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അളക്കാൻ കഴിയുന്നതാണ്
കണ്ടിന്യൂസ് ഡേറ്റ എന്ന് പറയുന്നത്. ദ ഹൈറ്റ് ഓഫ് ചിൽഡ്രൻ, ഇഞ്ചസോ മീറ്ററോ സെൻറ്റിമീറ്ററോ ആകാം. ദ സ്ക്വയർ ഫുട്ടേജ് ഓഫ് എ 2-bedroom ഹൗസ്, ദ സ്പീഡ് ഓഫ് കാർ, കാറിൻ്റെ സ്പീഡ് km/h അല്ലെങ്കിൽ m/h തുടങ്ങിയ പല യൂണിറ്റിൽ നമുക്ക് അളക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് കണ്ടിന്യൂസ് ഡേറ്റ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ഡേറ്റ എന്ന് പറയുന്നത്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ. ഇറ്റ് ഹെൽപ്സ് ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ് ആൻഡ് നോട്ട് ജസ്റ്റ് ത്രൂ ഗെസ്സിങ് ഓർ പ്രഡിക്ഷൻസ്. ഒരു റിസർച്ചറെ സംബന്ധിച്ചിടത്തോളം ഇൻഫോംഡ് ഡിസിഷൻസ്, ഒരു വ്യക്തമായിട്ടുള്ള തീരുമാനം എടുക്കാൻ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ സഹായിക്കുന്നു. അതായത് ഗസ്സിങ്ങിനോ പ്രഡിക്ഷനോ അല്ലെങ്കിൽ ഗസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ എങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നതിൽ ഉപരി അങ്ങനെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ, അല്ലെങ്കിൽ ഈ റിസൾട്ട് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ വെള്ളത്തിൽ ഇത്ര ഓക്സിജൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ഇത്ര സ്പീഷീസ് ബേർഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻസെക്റ്റുകളുണ്ട്, അല്ലെങ്കിൽ വോംസ് ഉണ്ട് തുടങ്ങിയ ഇൻഫർമേഷൻ പ്രിസൈസ് ആയിട്ട് പറയാൻ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ റിസർച്ചറിനെ സഹായിക്കുന്നു. ഇറ്റ് ഈസ് കോസ്റ്റ് എഫിഷ്യൻറ്റ്. അധികം പണച്ചെലവ് ഇല്ലാതെ തന്നെ നമുക്ക് നടത്താൻ കഴിയുന്ന ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. ഇവിടെ പണച്ചെലവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വ്യക്തമായ വായന അല്ലെങ്കിൽ റിവ്യൂ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പഠനത്തെ സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ വിശദാംശങ്ങളും പഠിച്ചിരിക്കുന്ന ഒരു റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ വളരെ എളുപ്പമാണ്. ദ ഇൻസൈറ്റ് obtained ക്യാൻ ബി യൂസ്ഡ് ടു സെറ്റ് ആൻഡ് ഐഡൻറ്റിഫൈ ട്രെൻഡ് ഇൻ ഡേറ്റ. ഇനി ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിലൂടെ ഒരു ഡേറ്റയിൽ അടങ്ങിയിരിക്കുന്ന വിശദാംശങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച, അതിനകത്ത് എന്തെല്ലാം വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടെത്താനും തിരിച്ചറിയാനും ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ റിസർച്ചറിനെ സഹായിക്കുന്നു. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് അനാലിസിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് വർക്കിംഗ് വിത്ത് ഡേറ്റ സെറ്റ്സ് ഇൻ എനി ഫീൽഡ് ഓഫ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് അനാലിസിസ്, ഡേറ്റയുടെ ഇൻ്റർപ്രിട്ടേഷനും അനാലിസിസും ഒരു റിസർച്ച് പ്രോസസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. They both go hand in hand as the process of data interpretation involves the analysis of data. ഡേറ്റ അനാലിസിസും ഇൻ്റർപ്രിട്ടേഷനും പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുന്ന ഒന്നാണ്. ഇവ രണ്ടും ഡേറ്റയെ അനാലിസിസ് ചെയ്യുക. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഇറ്റ് ഹെൽപ്സ് ടു acquire useful information from a pool of irrelevant ones while making informed decisions. It is found useful for individuals, business and researchers. അതായത് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ വളരെ പ്രാധാന്യമുള്ളതായിട്ട് മാറുന്നത് ഇറ്റ് ഹെൽപ്സ് ടു അക്വയർ യൂസ്ഫുൾ ഇൻഫർമേഷൻ ഫ്രം എ പൂൾ ഓഫ് ഇറിവലൻറ്റ് വൺസ്. അതായത് ഒരു കൂട്ടം ഡേറ്റയിൽ നിന്നും നമുക്ക് റിലവൻ്റ് അല്ലാത്ത എന്ന് തോന്നിക്കുന്ന ഡേറ്റയിൽ നിന്നും അത് അനലൈസ് ചെയ്ത് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കണ്ടെത്താൻ കഴിയും. അതുവഴി നമുക്ക് തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ഒരു റിസർച്ച് പ്രോസസ്സിൽ മുന്നോട്ടുള്ള തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് തീരുമാനങ്ങൾ വേണ്ടി വരുന്നത് ബയോകെമിക്കൽ അനാലിസിസുകളിൽ, കൺസർവേഷൻ സ്ട്രാറ്റജികളിൽ തുടങ്ങിയ റിസർച്ച് പ്രോസസ്സിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ പ്രത്യേകിച്ച് സഹായിക്കും. ഇപ്പോൾ കോവിഡ് പോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ കോവിഡിനെ സംബന്ധിച്ചുള്ള ഡേറ്റ ഫ്യൂച്ചറിൽ, അല്ലെങ്കിൽ അതിൻ്റെ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുവാനും പരിഹാരങ്ങൾ കണ്ടെത്തുവാനും ഫ്യൂച്ചറിൽ ഇതെങ്ങനെ പരിഹരിക്കാൻ കഴിയും, അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതൊക്കെ കോവിഡ് എന്ന് പറയുന്ന ഒരൊറ്റ ഡിസീസുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിലൂടെ സാധിക്കുന്നതാണ്. ഇത്രയുമാണ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന ഈ പാഠഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. ഡേറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ, അതായത് കിട്ടുന്ന ഇൻഫർമേഷനെ അല്ലെങ്കിൽ കിട്ടുന്ന ഡേറ്റയെ പരസ്പരം ബന്ധപ്പെടുത്തി
അതിൽ നിന്നും പുതിയ ഇൻഫർമേഷനുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൽ നിന്നും പുതിയ കണ്ടെത്തലുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇൻ്റർപ്രിട്ടേഷനോടെ ഉദ്ദേശിക്കുന്നത്. രണ്ട് തരത്തിലുള്ള ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനാണ് നമ്മൾ പഠിച്ചത്. ക്വാളിറ്റേറ്റീവ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനും ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനും. ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചോദിച്ച് ഉറപ്പുവരുത്താം. താങ്ക് യു.